ഹലോ ഗൈസ്, അപ്പോൾ ചിന്നുനും ചിമ്പുനും കൂടി ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് വരിക കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, ഇത് നമുക്കൊരു പഴയ സൈക്കിൾ കിട്ടിയതിന് നമ്മൾ റെഡിയാക്കിച്ചിട്ട് എടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടാ. അപ്പോൾ ചിന്നുവിനറിയാതെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക, നമ്മളത് റെഡിയാക്കിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ടൗണിലേക്ക് പോയപ്പോൾ അവൾക്ക് അറിയാം എന്തായാലും കൊണ്ടുവരും എന്നുള്ളത് അവൾക്കറിയാം. അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് സൈക്കിളല്ലേ. അവളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ടോപ്പറായി എന്ന് വെച്ചാൽ അവൾക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ സൈക്കിളൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേറൊരു പഴയ സൈക്കിൾ കിട്ടിയപ്പോൾ അതിനെ റെഡിയാക്കിച്ചിട്ട് എടുത്താൽ എന്നാലും കുഴപ്പമില്ല, ഓടിക്കാമെന്നുള്ളൊരു ഇതിലുള്ളത് അവൾ. പക്ഷേ വലിയ സന്തോഷമൊന്നും അവൾക്കില്ല. അപ്പോൾ ഞാൻ അവളോട് പറയുന്നുണ്ട് അവൾക്ക് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് കണ്ടാൽ നീ ഞെട്ടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് പിന്നെ ഒന്നാമത് അവൾ സൈക്കിളിൻ്റെ ഇൻട്രസ്റ്റിലായിപ്പോയി. പക്ഷെ അത് ഓടിക്കാൻ പറ്റുന്നില്ല. കുറേ ദിവസം ടച്ച് വിട്ടതുകൊണ്ട് വലിയ ഈസി ആയിട്ട് ഓടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അവൾക്ക് മിഞ്ഞാന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒക്കെ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ മിനുങ്ങുന്ന തിളങ്ങുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ പോയി ആ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നത്. അപ്പോൾ നിനക്കത് ഭയങ്കര ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഓക്കെ ആയി, നല്ല സന്തോഷമായി. ഇപ്പോൾ അവൾക്ക് അങ്ങനെ മിനുങ്ങുന്ന തിളങ്ങുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവളുടെ മുഖത്ത് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മോള് 4th ക്ലാസ് ടോപ്പറാണ്. 93% മാർക്സും ഉണ്ട്. സോ നമ്മൾ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ്.